Hey guys, welcome back to our channel Tarot Expedition. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് അപ്ഡേറ്റ് ആണ്. അപ്പൊ ഏഞ്ചൽസ് എന്തൊക്കെ മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ക്ലാരിഫിക്കേഷൻ ആണ് പിന്നെയും കൊണ്ടുതരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ രണ്ട് പൈല് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പൈൽ 7 ഓഫ് പെന്റിക്കിൾസ് ആണ്, സെക്കൻഡ് പൈലായിട്ട് വെച്ചിട്ടുള്ളത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് കണ്ണുകൾ തുറന്ന് നോക്കുക. നിങ്ങൾക്ക് ഏത് കാർഡാണോ അട്രാക്റ്റീവ് ആയി തോന്നുന്നത്, ബിക്കോസ് നിങ്ങളുടെ പൈൽ ഇതിനകത്തുണ്ട്. ഓക്കെ, കണ്ടല്ലോ, നിങ്ങളുടെ പൈൽ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങളുടെ കാർഡ്സ്, എന്നിട്ട് നമുക്ക് വേഗം റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളുടെ ജീവിതത്തിലെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ടാരറ്റ് റീഡിങ്സ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. ഫർദർ മോർ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് അഥവാ വേറെ എന്തെങ്കിലും ലൈഫ് സിറ്റുവേഷൻ ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിന്റെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൈല് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോവാം. ഹേ ഗായ്സ്, അപ്പൊ നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് പൈലായിട്ടുള്ള ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 7 ഓഫ് പെന്റിക്കിൾസിനോടാണ് താല്പര്യം തോന്നിയിട്ടുള്ളത് എങ്കിൽ എന്തൊക്കെ മെസ്സേജ് ആണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ഡെലിവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണറിന്റെ കറന്റ് ഫീലിങ്സ് എന്ന ഇതിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിന്റെ ക്ലാരിറ്റി, അവരുടെ തോട്ടിന്റെ ക്ലാരിറ്റി ഇതിലൂടെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത് ജനറൽ റീഡിംഗ് ആണ്, സോ ഇറ്റ് മേ ഓർ മേ നോട്ട് റെസൊനേറ്റ്. ജനറൽ റീഡിംഗ് ഗായ്സ്, ജനറൽ റീഡിംഗിന്റെ രീതി തന്നെ എടുക്കുക. നിങ്ങൾക്ക് ഫർദർ മോർ ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇത്രയും കാർഡ്സ് ആണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ ഈ കാർഡ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന വെച്ചാല് നിങ്ങളുടെ പേഴ്സൺ ഈ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് കാർഡ് ആദ്യം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ പോസിറ്റീവ് ആണ്. ആൻഡ് 7 ഓഫ് പെന്റിക്കിൾസ് എന്ന കാർഡിനകത്തുള്ള ഇമേജ് നിങ്ങൾ കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇത് രണ്ടും കാണിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി കാണിക്കുന്നു. അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലി നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രാക്ടിക്കലി ഗുണമുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങളെ നർച്ചർ ചെയ്യാനും നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനും നിങ്ങളെ ഒരു പോസിറ്റീവ് ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നിങ്ങളെ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നാലേ ശരിയാവുകയുള്ളൂ എന്നാണ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നിങ്ങളെ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങളെ ഹാപ്പി ആക്കാൻ അവരുടെ ഫീലിങ്സ് വളരെ താഴ്ത്തി വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്പേസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുരോഗമനം ഉണ്ടാക്കാൻ, നിങ്ങളെ ഫോക്കസ് ചെയ്യിപ്പിക്കാൻ മുതിരുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള തോട്ടാണ്. കാരണം ഞാൻ മാത്രം വർക്ക് ചെയ്താൽ പോരാ, എന്റെ പാർട്ട്ണറും കൂടി എന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ചിന്തയായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളും ഫിനാൻഷ്യലി അവരെ പോലെ വളരണം, നിങ്ങൾക്കും അവർ നിൽക്കുന്ന പോലുള്ള ഒരു സ്ഥാനത്തിൽ എത്തണം, നിങ്ങൾക്കും അവർ നിങ്ങളുടേതായിട്ടുള്ള സെക്യൂരിറ്റി വേണം, മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള താല്പര്യം ഇവരിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് എന്റെ അഭിപ്രായത്തിൽ ശരിയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഹാർട്ട് പെയിൻസ്, വേദനകള് ഒക്കെ നിങ്ങൾ, സങ്കടങ്ങള്, വിഷമങ്ങള് ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് വലിച്ചു കരകയറ്റാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ തരാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ വിട്ടിട്ടുള്ളത്. ആൻഡ് ഈ പേഴ്സൺ നിങ്ങളുടെ ഡിഫിക്കൽട്ട് ടൈമിൽ മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരികയുള്ളൂ. നിങ്ങളുടെ ഡിഫിക്കൽട്ട് ടൈമിൽ നിങ്ങളെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു വ്യക്തിയാണിത്. ഓക്കെ, അപ്പോ നിങ്ങളിപ്പോ എത്ര തന്നെ ഹാപ്പി ആയിട്ടിരുന്നാലും ഈ ഒരു പേഴ്സണിന് വേണ്ടി നിങ്ങൾ കരഞ്ഞു എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കണമെന്നില്ല. പക്ഷെ ജെനുവിൻലി നിങ്ങളൊരു സങ്കടത്തിലായി നോക്കട്ടെ, ഈ ഒരു പേഴ്സൺ നിങ്ങൾ പറയാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ സിറ്റുവേഷൻ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഡിഫിക്കൽട്ട് ടൈമിൽ
നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കാനാണ് ഈ വ്യക്തിക്ക് താല്പര്യം. നിങ്ങൾ സന്തോഷപ്പെട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ താല്പര്യമില്ല. ആൻഡ് ഈ പേഴ്സന്റെ മനസ്സിൽ ഇതാണ്, നിങ്ങളെ സ്റ്റേബിൾ ആക്കി കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്നൊരു നല്ല നിലയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരിൽ ഡിപ്പെൻഡന്റ് അല്ല. ഓക്കെ, നിങ്ങളെ ഡിപ്പെൻഡന്റ് ആകാതെ നിങ്ങളെ സ്ട്രോങ് ആക്കുന്ന ഒരു ജോലിയാണ് നിങ്ങളുടെ പേഴ്സൺ യൂണിവേഴ്സ് കൊടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളെ സ്ട്രോങ് ആക്കാൻ, നിങ്ങളെ റെസ്പോൺസിബിൾ ആക്കാൻ, സത്യത്തിൽ ഒരു ഭാരം എങ്ങനെ ചുമക്കും വളരെ പോസിറ്റീവായിട്ട് എന്ന രീതിയിൽ നിങ്ങളെ മോൾഡപ്പ് ചെയ്തെടുക്കാൻ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ സ്വപ്നം കാണാൻ ഈ ഒരു വ്യക്തി പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. ജീവിതത്തിലെ പല പല സാഹചര്യത്തില് പല പല സിറ്റുവേഷനുകളിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള കരുത്ത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ, ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ആയിരിക്കാം, പക്ഷെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നിങ്ങളുടെ ജീവിതത്തിലെ ചലഞ്ചസിനെ നേരിടാൻ ഈ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഒത്തിരി ഭാരം ഷോൾഡറിൽ എടുത്തു വെച്ച വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിനെ താഴോട്ടിറക്കാൻ ഈ ഒരു വ്യക്തി, അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സൺ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ജീവിതത്തിൽ അനുഭവിച്ചിരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, പക്ഷെ എന്റെ അഭിപ്രായത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് എനിക്കിതിനകത്ത് മനസ്സിലാവുന്നത്. ആൻഡ് നിങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഈ ഒരു പേഴ്സൺ സ്ട്രെസ് അനുഭവിക്കാൻ തയ്യാറാണ്. തന്റെ ലൈഫിലേക്ക് ചലഞ്ചസ് വന്നോട്ടെ, നിങ്ങളുടെ ലൈഫിലേക്ക് ചലഞ്ചസ് വരണ്ട എന്നുള്ള രീതി, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യണ്ട, നിങ്ങൾ ജഗിൾ ചെയ്യണ്ട എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെയും കൂടി ഇതിനകത്ത് പിടിച്ചിട്ടാൽ നിങ്ങളും കൂടി സഫർ ചെയ്യും, അതിൻ്റെതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. അവരോ സഫർ ചെയ്യുന്നു, നിങ്ങളെ എന്തിനാണ് വെറുതെ സഫർ ചെയ്യിപ്പിക്കുന്നത്, ആ ഒരു രീതിയിലുള്ള ചിന്ത നിങ്ങളുടെ പേഴ്സണ് ഉള്ളതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തില് ഈ ഒരു പേഴ്സൺ നിങ്ങളെ അവരെന്ത് സോണിൽ ഇരുന്നാലും കുഴപ്പമില്ല, നിങ്ങൾ സേഫ് സോണിൽ ഇരിക്കണം, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന രീതിയിൽ ചിന്തിക്കുന്നു. അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൈപിടിച്ചൊപ്പം നടക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ കാരണം അല്ലെങ്കിൽ എന്റെ ചുറ്റുമുള്ള വ്യക്തികൾ കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും വിധേയന മാനിപ്പുലേറ്റീവ് എനർജി ഫീൽ ചെയ്യുകയോ നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടാകുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെ മനസ്സിലാവുകയോ ചെയ്താല് ഈ പേഴ്സൺ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ തയ്യാറാകും. ബിക്കോസ് നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ സ്റ്റെബിലിറ്റി, നിങ്ങൾക്ക് മറ്റുള്ളവർ തരുന്ന റെസ്പെക്ട്, ഇതൊക്കെ കാണാനാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സങ്കടം തരാനോ സോറോ തരാനോ ഒന്നും അല്ല. ഓക്കെ, ഇഫ് നിങ്ങൾക്ക് പെയിനും വിഷമവും ഒക്കെ തരുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളെ സ്ട്രോങ് ആക്കാനാണ്, നിങ്ങളുടെ ബേർഡൻസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിങ്ങളെ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആക്കാനാണ്, എങ്ങനെയാണ് നേരിടുന്നത് എന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ ഓരോ നിമിഷവും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഓരോ നിമിഷവും. ഓക്കെ, നിങ്ങളെന്ന് പറയുന്നത് ഇവർക്ക് വളരെ പ്രഷ്യസ് ആണ്. ആൻഡ് നിങ്ങൾ ഇപ്പൊ അവര് എന്ത് അനുഭവിക്കുന്നില്ല എന്നതിനല്ല, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി നിങ്ങൾ അവരുടെ ഒരു ഫാമിലി പോലെ ആയിരിക്കാം, നിങ്ങൾക്ക് ദ വേൾഡ് തരണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഡിസേർവ് ചെയ്യുന്നത് എന്താണോ അത് അതുവഴി തന്നെ നിങ്ങൾക്ക് കിട്ടണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓരോ തവണയും നിങ്ങൾക്ക് സങ്കടം വരുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യത്തിലും പരാജിതരാകുമ്പോ ഇവരുടെ അടുത്ത് വിളിച്ച് കംപ്ലൈന്റ് പറയുമ്പോൾ സത്യത്തിൽ ഇവരുടെ നെഞ്ചിൽ ഒരു കത്തി കുത്തി ഇറക്കുന്ന പോലെയുള്ളൊരു അനുഭൂതിയാണ് അവർക്ക് ഉണ്ടാകുന്നത്. അത്രത്തോളം അവർക്ക് നിങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് നിങ്ങൾ ഇമോഷണലി ഒത്തിരി ഡൗൺ ആകുമ്പോൾ ഈ ഒരു പേഴ്സൺ ഇമോഷണലി അല്ല മെന്റലി ആണ് താളം തെറ്റിപ്പോകുന്നത് എന്നാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ഇത്രയും ഇമോഷൻ നിങ്ങളുടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് പതറിപ്പോകുന്നത് ഈ പേഴ്സൺ ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇല്ലെങ്കിലും നിങ്ങൾ പതറാതെ പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പൺലി ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികൾക്ക് തിരിച്ചു മറുപടി കൊടുക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാകണം എന്ന രീതിയിലാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അതിന് നിങ്ങളെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന രീതിയിൽ ഈ വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നുണ്ട്, ഒത്തിരി ഉപദേശങ്ങൾ വരുന്നുണ്ട്, ഒത്തിരി പോസിറ്റിവിറ്റി വരുന്നുണ്ട്, ഒത്തിരി നെഗറ്റിവിറ്റിയും വരുന്നുണ്ട്, ഒത്തിരി വാട്സപ്പ് മെസ്സേജസ് വരുന്നുണ്ട്, ഒത്തിരി ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ വരുന്നുണ്ട്, ഒത്തിരി പോസിറ്റീവ് കോഡ്സ് വരുന്നുണ്ട്, ഒത്തിരി കൗൺസിലിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളെ മോൾഡ് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു പേഴ്സന്റെ ലൈഫിലല്ല സത്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വേണം, നിങ്ങൾ ഹാപ്പി ആയിരിക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരണം. അതിപ്പോ ഞാനാണ് തടസ്സമെങ്കിൽ ഞാൻ തന്നെ മാറിക്കൊള്ളാം എന്നൊരു അപ്രോച്ച് കാണിക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് എന്റെ അഭിപ്രായത്തിൽ അത് വളരെ പോസിറ്റീവ് ആണ്. ആൻഡ് കറന്റ്ലി നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടാണ്.
ആൻഡ് നിങ്ങളെയും കൂടി ആ ഒരു രീതിയിൽ സ്റ്റേബിൾ ആക്കാൻ ഇയാൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, ഇല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും അയാളോടൊപ്പം ചേർത്ത് പിടിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു പേഴ്സന്റെ ഡയറക്റ്റ് മെസ്സേജ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നും കൂടി നമുക്ക് നോക്കാം. Angels, please guide us. Direct message from this person. Angels, please guide us. Direct message for file number 1 from this person. ഓക്കെ, എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സണ് വളരെയധികം സങ്കടമുണ്ട്. എപ്പോഴാണ് ഈ ഒരു പേഴ്സണ് സങ്കടം വരുന്നത്? നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ. നിങ്ങൾ 1% സങ്കടപ്പെട്ടാൽ ഈ ഒരു പേഴ്സൺ സത്യത്തിൽ ഒരു 100% തകർന്നു പോകുന്നു എന്നതാണ്. ഇയാളുടെ ഹൃദയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് കത്തി കുത്തി ഇറക്കുന്നത് പോലെയാണ്. സോ നിങ്ങൾ വിഷമിക്കരുത്. വാട്ട് എവർ ദ സിറ്റുവേഷൻ, ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഗുണമുണ്ടാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഓക്കെ, ചിൽസ് പ്ലീസ് ഗൈഡസ്. നിങ്ങളുടെ കണ്ണുകൾ ഈ ഒരു പേഴ്സണ് വളരെയധികം താല്പര്യമുണ്ട്, അല്ലെങ്കിൽ റീസെന്റ് നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ കണ്ണ് അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ഇമോഷൻസ് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടന്നിട്ടുണ്ടാവാം. ആ കണ്ണുകളിലൂടെ മാത്രം നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാവാം. ആ ഒരു മെമ്മറീസ് നിങ്ങൾക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ അതിൽ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കാം. അപ്പൊ ആ കാരണത്താൽ ഈ ഒരു പേഴ്സൺ ആണ് കാരണം എന്ന രീതിയിൽ ഈ പേഴ്സൺ വിഷമിക്കുന്നത് ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയം തുറന്നു പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ അവർക്ക് പ്രണയമുണ്ട്, പക്ഷെ അത് പറയാൻ സാധിക്കുന്നില്ല, നിങ്ങൾ അതിനൊരു വേ ഇട്ട് തന്നുകൂടെ എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയൊരു പോസിറ്റീവ് ഔട്ട്കം അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഇച്ചിരി ഇനിഷ്യേറ്റീവ് എടുക്കാമോ എന്ന രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. നീ എന്നെ കാണാൻ എന്തുകൊണ്ട് വരുന്നില്ല, നീ എന്തുകൊണ്ട് എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ നിന്നെക്കുറിച്ച് എഴുന്നേറ്റിരുന്ന് നിന്നെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിന്നോട് സംസാരിക്കണം എന്ന് എനിക്ക് താല്പര്യമുള്ളതാണ് എന്ന രീതിയിൽ കാണുന്നുണ്ട്. എനിക്ക് ഇപ്പൊ വാട്ടർ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ ഒരു പേഴ്സന്റെ ഫൈനൽ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, എന്താണ് എനിക്ക് നഷ്ടപ്പെടുന്നത്? ഇപ്പൊ നിങ്ങളില്ലെങ്കിൽ എന്താണ് അവർക്ക് നഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്ന ഒരു വ്യക്തി അവർക്ക് നഷ്ടപ്പെട്ടാൽ എന്താണ് സത്യത്തിൽ എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് എനിക്ക് നന്നായി അറിയാം എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതായത് അത്രത്തോളം ഈ പേഴ്സൺ ആഗ്രഹിച്ച് മോഹിച്ച് അല്ലെങ്കിൽ പിറകെ നടന്ന് വീഴ്ത്തിയ ഒരാളായിരിക്കാം ചിലപ്പോൾ നിങ്ങളെന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സണ് അന്ന് നിങ്ങളോട് എത്ര താല്പര്യമുണ്ടോ അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നിങ്ങളെന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് തന്നെയാണ്. നിങ്ങൾ ഇപ്പൊ ഒന്നിക്കുകയോ ഒന്നിക്കാതെ ഇരിക്കുകയോ സെപ്പറേറ്റ് ആവുകയോ എന്താണ് നിങ്ങളുടെ അവസ്ഥ എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ പരിചയം നിങ്ങൾ പുതുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ണും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഇമോഷൻസ് എങ്കിൽ ഈ ഒരു പേഴ്സൺ റെഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിലാണ് ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ പോകുന്നത്. നിങ്ങൾ തമ്മിൽ പോസിറ്റീവ് ആണ് എങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ താല്പര്യപ്പെടുന്നില്ല. ബിക്കോസ് നിങ്ങൾ എന്ന് പറയുന്നത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അവർക്ക് ഇത് വലിയൊരു ലോസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു ഭയങ്കര ഒരു കട്ടിയുള്ള ഒരു പില്ലറായിട്ട് വാർക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നതാണ്. അല്ലെങ്കിൽ ഈ പേഴ്സൺ സ്വയമേ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അവളുടെ കൂടെ ഇല്ല, പക്ഷെ യൂണിവേഴ്സ് അവളെ താങ്ങിക്കൊള്ളണം എന്ന രീതിയിൽ. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് എ ജനറൽ റീഡിങ്. പല ഇമോഷൻസ് കയറി വരും. നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. ഫർദർ മോർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് ഫയലിൽ കാണാം. അതുവരെയും ബൈ. ഹേ ഗായ്സ്, അപ്പൊ നിങ്ങൾ സെക്കൻഡ് ഫയൽ ആയിട്ടുള്ള ക്യൂൻ ഓഫ് കപ്സ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, എന്തൊക്കെ ക്ലാരിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫയൽ നമ്പർ 2 എനിക്ക് ഇത്രയും കാർഡ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി അനുസരിച്ചാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മിസ് മാച്ച് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ഫസ്റ്റ് ഫയൽ കണ്ടുനോക്കാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവായിട്ട് എടുത്തത് തെറ്റിപ്പോയതായിരിക്കും. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് റെസണേറ്റ് ആവുകയാണ് എങ്കിൽ മാത്രം എടുക്കാം. ബിക്കോസ് എനിക്ക് ഇതൊരു പോസിറ്റീവ് റീഡിംഗ് ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ, കാരണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒത്തിരി അങ്ങോട്ട് പ്രാക്ടിക്കലിയാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ തനിക്ക് എന്ത് ഗുണമുണ്ടാകും എന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ പലപ്പോഴും തനിക്ക് തന്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് പലപ്പോഴും ഇങ്ങനെ നിങ്ങളോട് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വഞ്ചന അല്ലെങ്കിൽ ചതി ഈ ഒരു പേഴ്സൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. ബിക്കോസ് അനാവശ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ
ഒരു സുപ്രഭാതത്തിൽ വെറുതെ ബ്ലോക്ക് ചെയ്തിട്ട് പോവുക, വെറുതെ വഴക്കുണ്ടാക്കുക, നിങ്ങളെ കരയിക്കുക, നിങ്ങളെ പെട്ടെന്നൊരു കാർമിക് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുക, പെട്ടെന്ന് നിങ്ങളെ ഇമോഷണലി തളർത്തുക, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എന്തിനാണെന്ന് പോലും തോന്നിപ്പോകുന്ന ഒരു രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, അത് ഈ ഒരു പേഴ്സൻ്റെതായിട്ടുള്ള ചീറ്റിംഗ് ഇഫക്റ്റ് ആണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഈ ഒരു പേഴ്സൺ സോഷ്യൽ മീഡിയയിലും മറ്റ് സ്ഥലങ്ങളിലും മറ്റ് ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നും ഒക്കെ നിങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ തിരക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ആ തിരക്കി വെച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് നിങ്ങൾ ഡിസയർ ആയിട്ടുള്ള റിസൾട്ട് അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന രീതിയിലൊക്കെ ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സണ് റിലേഷൻഷിപ്പിൽ പേഷ്യൻസ് ഇല്ല. അയാൾക്ക് വേണം എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണം എന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടണം എന്നുള്ള രീതിയാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. മേ ബി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഫിസിക്കലി ഓവർ നിങ്ങളുടെ അട്രാക്റ്റഡ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ കാശ് എന്നൊരു സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കാം. അപ്പോൾ ഇവർക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങൾ ഉടനടി ഇവർക്ക് സെർവ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ, അതുപോലെ തന്നെ പൂർണ്ണമായും നിങ്ങൾ ഇമോഷണലി ഇവരുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിർവികാരരായിട്ട് ഇരുന്നില്ലെങ്കിൽ ഇവർ പ്രശ്നമുണ്ടാക്കും. ഇവർ നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തുമെന്നാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങളെ വേഗം തന്നെ കളഞ്ഞിട്ട് പോവുക, ബ്ലോക്ക് ചെയ്യുക. അതായത് നിങ്ങൾ എപ്പോഴും ഇവർക്ക് ഫേവറബിൾ ആയി നിൽക്കുക. അവരൊരിക്കലും നിങ്ങൾക്ക് ഫേവറബിൾ ആയി നിൽക്കത്തുമില്ല, അവരതിനൊട്ട് തീരുമാനിച്ചിട്ടുമില്ല. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ വളരെയധികം അട്രാക്റ്റീവായി നിങ്ങൾക്ക് തോന്നിയെങ്കിലും അതിനുശേഷം അൺവാണ്ടഡ് ആയിട്ടുള്ള ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരുന്ന നല്ല നല്ല റിലേഷൻഷിപ്പ് ഡിറ്റാച്ച് ആയി പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷൻ ഉണ്ടായ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ദൂരെ പോകേണ്ടി വന്നിട്ടുണ്ടോ? ഒരു പരിധി വരെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ പേഴ്സന്റെ കൈകൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ പോസിറ്റീവായിട്ടായിരിക്കാം ചിന്തിക്കുന്നത്, പക്ഷെ പലപ്പോഴും ഈ ഒരു പേഴ്സന്റെ കൈ കാരണം നിങ്ങൾക്ക് പല ഫ്രണ്ട്സിനെയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഈ ഒരു വ്യക്തി കാരണം ഉണ്ടാകുന്നുണ്ട്. അതായത് ബാക്കിയുള്ള റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാവുന്നുണ്ടെന്നതാണ്. ആൻഡ് സ്ലൈറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങൾ അവരുടെ കൺട്രോൾ വിട്ട് പോകാതിരിക്കാൻ ഇച്ചിരി മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, മേ ബി എന്താണ് നിങ്ങളും അവരുമായിട്ടുള്ള കൈൻഡ് ഓഫ് എന്തെങ്കിലും ഒക്കെയുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഈ ഒരു പേഴ്സൺ ഭീഷണിപ്പെടുത്തുന്നത്. പക്ഷെ ഈ ഭീഷണിപ്പെടുത്തുന്ന കാര്യം നിങ്ങൾ വല്ലാണ്ട് ഭയക്കുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പേഴ്സൺ ഭീഷണിപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ ഒരു പേഴ്സണ് ആക്ഷൻ എടുക്കാൻ പേടിയാണ്. ഓക്കെ, ഈ ഒരു പേഴ്സണ് ആക്ഷൻ എടുക്കാൻ പേടിയാണ്. ഈ എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്താൽ അതിന്റെ പരിണത ഫലം വലുതായിരിക്കുമെന്നും അവരത് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെന്നും അവർക്ക് നല്ലതായിട്ട് അറിയാം. ഓക്കെ, പക്ഷേ ഈ ഒരു മാർഗം വെച്ച് നിങ്ങളെ ഡിഫീറ്റ് ചെയ്തത് നിങ്ങളെ അടിച്ച് തളർത്തിയിടണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ഫീലിങ്സിൽ എനിക്ക് ഒരു പൂർണ്ണതയില്ലായ്മ, ഒരു ഫ്രസ്ട്രേഷൻ, ഒരു ദേഷ്യം, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് ഇതിനകത്ത് കാണുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് തീർക്കാനാണ് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഇഷ്യൂ ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഈ ഒരു പേഴ്സന്റെ സ്വഭാവത്തിൽ കാണാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതൊരു ദിശയിലേക്കാണ് തനിക്ക് പോകേണ്ടത് എന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിൽ ഈ ഒരു പേഴ്സൺ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ പല പല ചലഞ്ചസും വരുന്നതിന്റെ കാരണം എന്നത് ഇറ്റ്സെൽഫ് ഈ ഒരു വ്യക്തി തന്നെയാണ്. ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുള്ള പല പല കർമാസ് കാരണമാണ് ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടായത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ആൻഡ് ഈ ഒരു കർമ്മ ഇത്രയും തിരിച്ചടിച്ചിട്ടും പിന്നെയും ഈ ഒരു പേഴ്സൺ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനോ സ്പിരിച്വലി അവേക്കൻഡ് ആകാനോ അല്ലെങ്കിൽ മേ ബി ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ദൈവികമായിട്ടുള്ള എന്ന് നമ്മൾ പറയുന്ന ഒരു സൈഡിലേക്ക് വിശ്വസിക്കാനോ ശ്രമിക്കുന്നില്ല. ഈ കപടത്തരവും കള്ളത്തരവും അതുപോലെ തന്നെ കൈൻഡ് ഓഫ് മെറ്റീരിയലിസ്റ്റിക് ജീവിതത്തിൽ ജീവിക്കാനാണ് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നത്. അതിപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിലും ആൻഡ് എക്സ്പെഷ്യലി കരിയറിലാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് കരിയറിലും വളരെയധികം ഇടിവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പേഴ്സന്റെ കർമ്മ കാരണം തന്നെ ആയിരിക്കാം ഈ പേഴ്സന്റെ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ കൊളീഗ്സ് ഈ പേഴ്സണെ ചതിക്കുന്നത്, ഒറ്റപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നല്ലൊരു ഫ്രണ്ട് ഇല്ല, ചിലപ്പോൾ നിങ്ങളോട് മാത്രം ക്ലോസ് സർക്കിളിൽ സംസാരിക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമായിരിക്കാം ചിലപ്പോൾ ഇവരുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്.
അതിന്റെ അർത്ഥം നിങ്ങളെ ഇവർ പോസിറ്റീവായിട്ട് വെച്ചിരിക്കുന്നു എന്നല്ല. നിങ്ങൾക്ക് എപ്പോഴോ തോന്നിയ ഒരു ഇഷ്ടം കാരണം നിങ്ങൾ പിന്നെയും പിന്നെയും സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ ഇമാജിനറി സോണിൽ ഇരുന്ന് ചിന്തിക്കുകയാണ്. അതായത് നടക്കാത്ത കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന രീതിയിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളും ചിന്തകളുമാണ് ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ, അയാൾ ചിന്തിക്കുന്ന പോലുള്ള എക്സ്പെക്ടേഷൻ അയാൾക്ക് കിട്ടാതെ വരുമ്പോൾ, അവർക്ക് കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളെ ടോളറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ പോരാ എന്ന് തോന്നുന്ന ഒരവസ്ഥ ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഈ ഒരു അവസ്ഥ, നിങ്ങൾ പോരാ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന തെറ്റാണ്, അല്ലെങ്കിൽ മേ ബി നമുക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം, ഇനി നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്ന രീതിയിൽ. അതുപോലെ തന്നെ പെട്ടെന്ന് മറ്റൊരു കണക്ഷനിലേക്ക് ചാടി പോകാനും ഈ പ്രശ്നം വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ അക്കരെ പച്ച, അതായത് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അപ്പുറത്താണ് പച്ചയെന്ന് തോന്നുന്നു, അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്താണ് പച്ചയെന്ന് തോന്നുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഇമോഷണൽ ആയിട്ടുള്ള ട്വിസ്റ്റ് വരുന്ന ഒരു സ്വഭാവമാണ് ഈ ഒരു വ്യക്തിക്ക്. ഇപ്പോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആള്, എല്ലാവരുടെ മുന്നിലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആള് നമ്മുടെ അടുത്ത് വരുമ്പോ നമ്മളെ ക്ലോസ് സർക്കിൾ, നീ എന്തിനാ അങ്ങനെ ചെയ്തത്, നീ എന്തിനാ അങ്ങനത്തെ ബ്ലെയിമിങ് നേച്ചർ മാത്രമുള്ളൊരു വ്യക്തിയായിട്ട് മാറുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളും കുറച്ച് ബൗണ്ടറീസ് വെക്കുക. ആൻഡ് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഇവർ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യമേ ഉള്ളൂ. ബിക്കോസ് കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ എന്നാലും ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സോ എന്തെങ്കിലും വിധത്തിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചൊവ്വേ നിവർന്നു നിന്നൊരു സ്റ്റെപ്പ് എടുക്കില്ല എന്ന വിശ്വാസം ഇയാൾക്കുള്ളത് കൊണ്ടാണ് ഇയാൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഡയറക്റ്റ് മെസ്സേജ് ഈ ഒരു പേഴ്സൺ എന്താണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്റെ അഭിപ്രായത്തിൽ മനഃപൂർവ്വം ഡ്രാമ കളിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. ഞാൻ കഷ്ടതയിലാണ്, എന്നെ ഹെൽപ്പ് ചെയ്യുക, ഞാൻ ഇങ്ങനത്തെ സാഹചര്യത്തിലാണ്, ഞാൻ അങ്ങനത്തെ സാഹചര്യത്തിലാണ്, എനിക്ക് പൈസ തരോ, അല്ലെങ്കിൽ എനിക്ക് സ്നേഹം തരോ, എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല, ദാറ്റ് കൈൻഡ് ഓഫ് രീതിയിൽ ഈ പേഴ്സൺ സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഐ നീഡ് സ്പേസ്, അതായത് എനിക്ക് സ്പേസ് വേണം, ഈ ബൗണ്ടറി ഇട്ട് നിൽക്കുക, പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ഞാൻ വലിയ ആളായി പോയി, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് അയാളുണ്ട് ഇയാളുണ്ട്, ഇമോഷണലി ബാലൻസ് ചെയ്യാൻ എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട്, നിങ്ങളുടെ ആവശ്യമില്ല എന്ന രീതിയിൽ ഈ പേഴ്സൺ സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ആൻഡ് യു ആർ റോങ്, നിങ്ങൾ തെറ്റാണ്. അതായത് നിങ്ങളിപ്പോ എന്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാലും ഈ ഒരു പേഴ്സൺ പറയുന്നത് നിങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ കോൺഫ്ലിക്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ അടി ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്ന ഒരാളാണ് എന്ന രീതിയിൽ ഈ പേഴ്സൺ പറയുന്നുണ്ട്. ആൻഡ് എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റില്ല, അതായത് നിങ്ങളെ മുന്നോട്ട് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കില്ല എന്ന രീതിയിലുള്ള അൺഇമോഷണൽ ആയിട്ടുള്ള കാർഡ്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാർഡ്സ് എടുക്കണം നോക്കാം. അതായത് ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മെല്ലെ മെല്ലെ പിന്മാറാനാണ് ശ്രമിക്കുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ പലപ്പോഴും പറയുന്നുണ്ട്, ഹേയ് ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല, ഞാനൊന്നും ഹൈഡ് ചെയ്യുന്നില്ല, ഞാൻ ഭയങ്കര പോസിറ്റീവാണ്, എനിക്ക് ഒരു ഹൈഡിങ്ങും ഇല്ല എന്ന രീതിയിൽ ഈ പേഴ്സൺ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പച്ചക്കള്ളമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ബ്യൂട്ടിയാണ് താല്പര്യം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് ഗെയിൻ കിട്ടേണ്ട സമയമാകുമ്പോൾ ഈ പേഴ്സൺ സോപ്പ് പതപ്പിച്ച് നമ്മുടെ അടുത്തേക്ക് വരും. ആൻഡ് ഈ ഒരു പേഴ്സന്റെ ആവശ്യം കഴിയുമ്പോൾ കറിവേപ്പില പോലെ നമ്മളെ അടുത്ത് ദൂരെ കളയും. ഓക്കെ, ആൻഡ് വേറൊരു വ്യക്തിയുടെ അടുത്ത് ഓടിച്ചെന്ന് സീക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് ഈ ഒരു പേഴ്സൺ സത്യത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ടൈം പാസ് എന്ന രീതിയിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ വെച്ച് പരമാവധി കളിക്കാം എന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. സോ നിങ്ങളുടെ ഇമോഷനെ വെറുതെ ഒരു കാർമിക് ആയിട്ടുള്ള പേഴ്സണ് കളിക്കാൻ കൊടുക്കാതിരിക്കുക എന്നതാണ് നിങ്ങളുടെ വിജയം, അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള പ്ലേ എന്ന് പറയുന്നത്. ലൈഫിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളെ മീറ്റ് ചെയ്യും, നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികളെ മീറ്റ് ചെയ്യും. നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഇനി നമ്മളെ ആരും പറ്റിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും. പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ നമ്മൾ മീറ്റ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു പോസിറ്റീവ് സോൺ തുറക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സോ കുറെ ആൾക്കാരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്, നെഗറ്റീവ് ഇമോഷൻസ് വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച് ആവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീരെ ഡിറ്റാച്ച് ആവാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറി കോഡ്സോ റോസ് കോഡ്സ് ബ്രേസ്ലെറ്റോ ധരിക്കാവുന്നതാണ്. നമുക്ക് ചാർജ്ഡ് ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങളുടെ പ്രത്യേക കാര്യം പറഞ്ഞിട്ട് ചാർജ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. ഫർദർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ ബൈ.